ഹലോ നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും BVK മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഒരു ഹെൽത്ത് ടിപ്സാണ്. അപ്പം നമുക്ക് പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. പ്രമേഹം അഥവാ ഷുഗർ നിയന്ത്രിക്കുവാനുള്ള 5 ടിപ്സുകളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇന്ന് ഏറ്റവും അധികം പേരിൽ കാണുന്നൊരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണിത്. ഡയറ്റിലൂടെ നിയന്ത്രിക്കാനാകാത്ത സാഹചര്യമാണെങ്കിൽ പ്രമേഹം കുറയ്ക്കാൻ നമ്മൾ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ വീട്ടിലിരുന്നും നമുക്ക് ചെറിയ പൊടിക്കൈകളിലൂടെ പ്രമേഹം കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിന് പറ്റുന്ന 5 മാർഗ്ഗങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഉലുവ, ഞാവൽപ്പഴ വിത്ത്, വേപ്പിൻ വിത്ത്, പാവയ്ക്ക വിത്ത് എന്നിവ സമാസമം എടുത്ത് പൊടിച്ച് ഇത് ഓരോ ടീസ്പൂൺ വീതം 2 നേരം കഴിക്കുന്നത് പ്രമേഹം കുറയ്ക്കാൻ വളരെ അത്യുത്തമമാണ്. ഇത് നമ്മൾ കഴിക്കേണ്ടത് ഉച്ചഭക്ഷണത്തിന് മുമ്പും അതുപോലെ തന്നെ രാത്രി ഭക്ഷണത്തിന് മുമ്പും കഴിക്കുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ മറ്റൊരു മാർഗ്ഗമാണ് രാവിലെ എഴുന്നേറ്റയുടൻ 2 ടേബിൾ സ്പൂൺ നെല്ലിക്ക നീരിൽ 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുന്നതും പ്രമേഹം നിയന്ത്രിക്കാൻ വളരെ ഉത്തമമാണ്. നെല്ലിക്കായിൽ അടങ്ങിയിരിക്കുന്ന ക്രോമിയം ആണ് പ്രമേഹം കുറയ്ക്കുവാനായിട്ട് സഹായകമാകുന്നത്. മറ്റൊരു മാർഗ്ഗം പാവയ്ക്ക ജ്യൂസാണ്. ഈ പട്ടികയിലെ അടുത്ത മാർഗ്ഗം പൊതുവിൽ പ്രമേഹ രോഗികളുടെ ഡയറ്റിൽ പാവയ്ക്ക ജ്യൂസ് ഉൾപ്പെടുത്താൻ ഡോക്ടർമാർ തന്നെ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, പലപ്പോഴും പ്രമേഹമുള്ള ആളുകൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒന്നാണ് പാവയ്ക്ക ജ്യൂസ് അടിച്ച് കുടിക്കുക എന്നുള്ളത്. അതും വെറും വയറ്റിൽ കുടിക്കുന്നതായിരിക്കും അത്യുത്തമം. മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ട നമുക്കറിയാം പ്രമേഹം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഈ കറുവപ്പട്ട നമ്മൾ കറിയിൽ മാത്രം ഉപയോഗിക്കാതെ ചായക്കകത്ത് കറുവപ്പട്ട ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ സലാഡിലൊക്കെ കറുവപ്പട്ട ചേർത്ത് കഴിക്കുന്നതും അത്യുത്തമമാണ്. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രമേഹം കുറയാൻ വളരെ സഹായകമാണ്. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണവും കുറച്ച് കൺട്രോളൊക്കെ ചെയ്ത് ഡയറ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രമേഹം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കണം. പഞ്ചസാര കഴിക്കുന്നത് വളരെ ദോഷകരമായിട്ട് ഭവിക്കും. അതുകൊണ്ട് പഞ്ചസാര ഉപയോഗം നിർത്തുക. അതുപോലെ മധുര പാനീയങ്ങളും അതുപോലെ മധുര പലഹാരങ്ങളും ഒക്കെ നമ്മൾ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.